വലിയ പ്രതിഷേധമാണ് മുനമ്പത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. സർക്കാർ പ്രതിഷേധവുമായി സമരസമിതി, ആ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനം തന്നെയാണ് ഈ യോഗത്തിൽ ഉണ്ടായത് എന്നതടക്കമുള്ള പരിഹാരമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകാൻ നമ്മുടെ മുൻപിലില്ല. അത് നിങ്ങളും മാധ്യമങ്ങളും സമൂഹത്തിന് മുൻപിൽ ഈ ശരിയായ വശം കൊണ്ടുവരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു. മീറ്റിംഗിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരുന്നത്, എന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് ഈ കടപ്പുറം നിവാസികളുടെ പ്രതികരണം എന്താണെന്ന്. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താമെന്നാണ് ഇപ്പോൾ മന്ത്രി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഈ വഖഫ് നിയമം എല്ലാവരെയും തകർക്കുന്നൊരു നിയമമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊരു മതത്തിനെതിരായിട്ടല്ല, നമ്മുടെ ജനാധിപത്യം ഇവിടെ തോറ്റു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭാരതം തോറ്റു എന്നാണ്. കാരണം ഈ നിയമത്തിൻ്റെ മുമ്പിൽ വക്കീലുമാര് ധൈര്യമായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അധികാരത്തിലുള്ളവർക്കും സംസാരിക്കാൻ സാധിക്കുന്നില്ല. 1900 മുതൽ 124 വർഷങ്ങൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കുകയില്ല എന്ന് പറയാനായിട്ട് ഒരു മീറ്റിംഗിന്റെ ആവശ്യമില്ല ഇവിടെ. അത് അറിയാം, ജനാധിപത്യ ഇന്ത്യയിൽ ആരെയും അങ്ങനെ കുടിയിറക്കാൻ സാധിക്കുകയില്ല. അത് കുടിയിറക്കാൻ വേണ്ടി ഒരു മീറ്റിംഗിന്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. രണ്ടാമതായിട്ട് നോട്ടീസ് കൊടുക്കുന്ന കാര്യം, നോട്ടീസ് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ 10-35 വർഷങ്ങളോളം പണം കൊടുത്ത് ആധാരം ചെയ്ത ഒരു ഭൂമി വീണ്ടും ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് അത് പരിശോധിക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? പിന്നെ എന്തിനാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയത്? എവിടെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ്? എവിടെയായിരുന്നു അധികാരികൾ? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്രയും കാലം സമാധാനത്തിൽ കൂടി പോയിക്കൊണ്ടിരുന്ന ഈ സമരം 41ാം ദിനം കൂടുതൽ വേദനയോടുകൂടിയാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. സമരം നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ ഇന്ത്യ പൗരനും ഓർക്കുക, നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി 30-35 വർഷങ്ങൾക്ക് ശേഷം അതൊരു ജുഡീഷ്യൽ കമ്മീഷൻ വന്ന് എല്ലാം അത് ചെക്ക് ചെയ്ത് സാക്ഷ്യപ്പെടുത്തണമെന്നാണോ ഈ നിയമത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്? അതെ, ഈ വഖഫ് എന്ന നിയമമാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നമായിരിക്കുന്നത്. ജനാധിപത്യത്തിന് നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയാണ് എല്ലാം നിയന്ത്രിക്കേണ്ടത്. അതിന് മുകളിലായിട്ടൊരു സൂപ്പർ പവർ കടന്നു വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഇത്. അതെ, നമ്മുടെ സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വീണ്ടും മീറ്റിംഗ് കൂടി അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ചിന്തിക്കും. ഇത് സമാധാനത്തിന്റെ ഒരു സമരമാണ്, നിരാഹാരത്തിന്റെ ഒരു സമരമാണ്. ഞങ്ങൾ അക്രമവാസനയില്ലാതെ സമാധാനത്തോടു കൂടിയാണ് 41 ദിവസം ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ സമരത്തിന്റെ രീതികൾ മാറും. ആ രീതികളിലൂടെ മറ്റവർ മനസ്സിലാക്കും ഇത് എവിടെ എത്തിച്ചേരുമെന്ന്. ജനാധിപത്യ മനസ്സുള്ള ഓരോ ഇന്ത്യനും ഇതിന്റെ പിന്നിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമെന്ന വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും സമരത്തിന്റെ രീതികൾ മാറ്റിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് അത് 3 മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര കാലം നീണ്ടുപോകുന്ന കമ്മീഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി വീണ്ടും ഇത്രയും കാലം കാത്തിരിക്കണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ ഇത് കിട്ടുന്നത് വരെ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഈ ഭൂമി വഖഫിന്റെ ആസ്തിക പട്ടികയിൽ നിന്ന് മാറുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യുന്നതായിരിക്കും. 4 തീരുമാനങ്ങളാണ് സർക്കാർ ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ എടുത്തിരിക്കുന്നത്. അതിൽ ഒന്ന് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തീരുമാനിക്കാനായി നിയോഗിക്കുന്നു. അതുകൂടാതെ ഈ 3 മാസത്തിനുള്ളിൽ കരമടക്കി നടക്കുമുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടതിനാൽ 3 മാസത്തിനകം ഒരു റിപ്പോർട്ട് നൽകണം. ഇപ്പോൾ നോട്ടീസ് നൽകിയവർക്ക് തുടർ നടപടി ഉണ്ടാകില്ല. ഇനി ആർക്കും നോട്ടീസ് നൽകുകയുമില്ല. ഈ 4 തീരുമാനങ്ങളിൽ ഏതെങ്കിലും തീരുമാനത്തിനോട് യോജിക്കുന്നുണ്ടോ സമരസമിതി? അതിൽ സമരസമിതി യോജിക്കുന്നതെന്ന് പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പ്രശ്നം ഉടനെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയാണ്.
വീണ്ടും ഇതുപോലെ നീണ്ടൊരു കമ്മീഷനെ വെച്ചുകൊണ്ട് പോകുന്ന കാര്യവും അതോടൊപ്പം തന്നെ ഇതിൽ നിയമപരമായിട്ട് ഒരു തീരുമാനം എത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനൊരു കണ്ടെത്തലുകളൊന്നും കാണുന്നില്ല. വീണ്ടും ഒരു നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാധ്യതകളാണ് ഞങ്ങൾ ഇതിൽ കാണുന്നത്. പിന്നെ നോട്ടീസ് കൊടുക്കുന്ന കാര്യം അല്ലെങ്കിൽ ആളുകളെ കുടിയിറപ്പിക്കുന്ന കാര്യം അതൊക്കെ ശാശ്വതമല്ല. കാരണം അതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിലും ഇതിപ്പോൾ നിർത്തുകയാണ്. പക്ഷേ നമുക്ക് ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ആളുകളുടെ ഈ തിരിച്ചും അവരുടെ റവന്യൂ അവകാശങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടണം. അതാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്. തീരുമാനമുണ്ട്. ഈ നികുതി അടയ്ക്കുന്നതിൽ സ്റ്റേ പിൻവലിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു സർക്കാർ നടപടി എടുക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കോടതിയിൽ സ്റ്റേ ഓർഡർ ഉണ്ട്. ഇപ്പോൾ അത് മാറ്റിയെടുക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിന് നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. അത് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് എത്ര കാലം എടുക്കും നമുക്കറിയില്ല. അത് വീണ്ടും വീണ്ടും നമുക്കിത് കിട്ടുന്നത് വരെ നമ്മൾ സമരത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഞങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷേ ഇത് കമ്മീഷനുമായിട്ട് നമ്മൾ സഹകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങളുടെ മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും. മാത്രമല്ല, ചിന്തിക്കുക, 35 വർഷങ്ങളോളം ഇവിടെയുള്ള ഓരോരുത്തരും നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച് നിങ്ങളുടെ വീടും ഭവനവും ആധാരവും ഇതുപോലൊരു കമ്മീഷൻ വന്ന് ചെക്ക് ചെയ്യാറുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് ജീവിക്കേണ്ട അവകാശമില്ല ഇവിടെ. ഇത് വഖഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ 1988 മുതൽ 93 വരെ സ്ഥലം വാങ്ങിച്ചവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മുഴുവനും രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടീസാണിത്. പിന്നെ എന്തുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും അത് ചെക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്? അതൊക്കെയാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമ്മൾ ചർച്ചയിലൂടെ എല്ലാം പരിഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ചർച്ച ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സമരം മുന്നോട്ട് തന്നെ ശക്തമായിട്ട് പോകും. ശക്തമായിട്ട് പോകുന്തോറും ഓരോ നീതിക്ക് വേണ്ടിയുള്ള മനസാക്ഷിയുള്ള ഓരോ ഇന്ത്യൻ പൗരനും ഞങ്ങളുടെ സമരത്തിന്റെ കൂടെ തന്നെ ആയിരിക്കും. ഞങ്ങൾ നിൽക്കുന്നത് കടൽ തീരത്താണ്. ഞങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളെല്ലാം അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനാണ്. ഞങ്ങളുടെ പോറ്റമ്മയായ കടലിന്റെ വാതിക്കലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ റവന്യൂ അവകാശം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം. വക്കപ്പിന്റെ പിടിച്ചിരിക്കുന്ന വക്കപ്പിന്റെ ആസ്തി വരെ കണക്കിൽ നിന്ന് ഞങ്ങളുടെ വസ്തുവിനെ മോചിപ്പിക്കണം. എത്രയും പെട്ടെന്ന് ഈ നോട്ടീസ് കൊടുത്തല്ല, ഇവര് ചതിച്ചിരിക്കുകയാണ്. ഈ ആസ്തിയുടെ കണക്കിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കണം, ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങളുടെ റവന്യൂ അവകാശം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം. ചോർന്നിരിക്കുന്ന വീടുകളും പ്രായമായ പെണ്ണുങ്ങളും എല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഞങ്ങളെ പരീക്ഷിപ്പിക്കരുത്, ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. ശക്തിയില്ലാത്തവരല്ല, ഞങ്ങൾ ഒരു ഫാദറിന്റെ കീഴിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത്. പ്രശ്നമാണെങ്കിലും പെട്ടെന്ന് ഈ പ്രശ്നം തീർക്കണം. വക്കപ്പിന്റെ ആസ്തി വിവര പട്ടികയിൽ പോയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ശാശ്വത പരിഹാരം? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളുടെ ധീര നേതാവേ,